നമസ്കാരം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ ജൂലൈ 30 നടന്ന തെരഞ്ഞെടുപ്പിൽ 49 വാർഡുകളിലേക്ക് നടന്ന ഇലക്ഷൻ ആയിരുന്നു അത്. അതിൽ 23 സ്ഥലത്ത് LDFും CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ജയിച്ചിരിക്കുകയാണ്. ബാക്കി UDFന്റെ 19 സീറ്റും അതുപോലെ തന്നെ ഈ BJPക്ക് 3 സീറ്റും സ്വതന്ത്രർ ഉൾപ്പെടെ ഉള്ള ബാക്കിയുള്ള കക്ഷികൾക്ക് 4 സീറ്റും എന്നിങ്ങനെയാണ് അതിന്റെ കക്ഷിനില. ഇതിൽ ഈ 49 ഇടത്ത് നടന്നപ്പോൾ ഈ 49 ഇടത്ത് മത്സരം നടന്നപ്പോൾ അതിൽ 23 സ്ഥലത്ത് LDFന് വ്യക്തമായിട്ടുള്ള മുൻതൂക്കം ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ 2024 ലോക്സഭാ ഇലക്ഷനിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയ LDF ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ അതേപോലെ തന്നെ വൻപിച്ച മാർജിനിലാണ് ഇപ്പോൾ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാധ്യമ വിചാരണ എന്ന് പറയുന്നത് UDFനെയും BJPയെയും വലതുപക്ഷ ചേരിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇടതുപക്ഷം തകർന്നടിഞ്ഞു എന്നുള്ള രീതിയിലുള്ള വൻ പ്രചാരണമായിരുന്നു അഴിച്ചുവിട്ടിരുന്നത്. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോ ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ വൻ മാർജിനിൽ വിജയിച്ചിരിക്കുകയാണ്. ഇതിൽ എടുത്തു പറയത്തക്ക ഒരു വിജയം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. ഈ 23 ഡിവിഷൻ 23 വാർഡുകളിൽ ജയിച്ചതിന്റെ കക്ഷിനില എന്ന് പറയുന്നത് CPIM 20, CPI 1, CPI 2, കേരള കോൺഗ്രസ് M 1, കോൺഗ്രസ് ഇങ്ങനെയാണ് LDFന്റെ കക്ഷിനില. കോൺഗ്രസിന്റെ അതായത് UDFന്റെ കക്ഷിനില എന്ന് പറയുന്നത് കോൺഗ്രസ് 12, മുസ്ലിം ലീഗ് 6, കേരള കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ്. ഇതിൽ എടുത്തു പറയേണ്ട വിജയം എന്ന് പറയുന്നത് വെള്ളനാട് ജില്ലാ ഡിവിഷനിൽ UDFിൽ നിന്നും LDF പിടിച്ചെടുത്തതാണ്. CPIMലെ വെള്ളനാട് ശശി 1143 വോട്ടിന് ആണ് വിജയിച്ചത്. 4 ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 2 LDFും 2 UDFും വിജയിച്ചു. 6 നഗരസഭാ വാർഡുകളിൽ 3 വീതം സീറ്റ് LDFനും UDFനും ലഭിച്ചു. UDFിൽ നിന്ന് 7ഉം BJPയിൽ നിന്ന് 4 ഉൾപ്പെടെ 11 വാർഡാണ് LDF ഈ നടന്ന തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തത്. ആറ്റിങ്ങൽ നഗരസഭയിലെ 2 വാർഡുകളും BJPക്ക് നഷ്ടമായതിൽ പെടും. ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തോടെ ആലപ്പുഴ, മാന്നാർ, തിരുവനന്തപുരം, പെരിങ്ങമല പഞ്ചായത്തിലും LDF ഭരണം ഉറപ്പിച്ചു. കൊല്ലം ജില്ലയിലെ തൊടിയൂർ പഞ്ചായത്ത് ഭരണം UDFന് ലഭിക്കും. തിരുവനന്തപുരം ജില്ലയിലെ BJP ഭരണത്തിലുള്ള കാരവാരം പഞ്ചായത്തിൽ 2 വാർഡുകളും BJPയിൽ നിന്ന് LDF പിടിച്ചെടുത്തതോടെ അവർക്ക് ഭൂരിപക്ഷം നഷ്ടമാവുകയും ചെയ്തു. നേരത്തെ പറഞ്ഞു തിരുവനന്തപുരം ഡിവിഷനിൽ വളരെ മികവാർന്ന വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: തലസ്ഥാനം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നല്ല രീതിയിലുള്ള വിജയം നേടുകയുണ്ടായി. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ തലസ്ഥാന ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന 8ഇടത്തും LDF വൻ മാർജിനിൽ വിജയിച്ചു. ഇതിൽ 4 UDFിൽ നിന്നും 4 BJPയിൽ നിന്നുമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടന്ന ഏക ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായ വെള്ളനാടാണ് UDFിൽ നിന്ന് പിടിച്ചെടുത്തത്. വെള്ളനാട് ശശി 1143 വോട്ടിന് വിജയിച്ചു. ആറ്റിങ്ങൽ നഗരസഭയിലെ 2 വാർഡുകൾ BJPയിൽ നിന്ന് LDF പിടിച്ചെടുത്തു. പെരിങ്ങമല പഞ്ചായത്തിലെ 3 വാർഡുകളും UDFിൽ നിന്ന് കരവാരം പഞ്ചായത്തിലെ 2 വാർഡുകളുമാണ് BJPയിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിജയം LDFിലെയും പ്രത്യേകിച്ച് CPMലെയും പ്രവർത്തകർക്ക് വളരെയേറെ ഊർജം പകർന്ന ഒരു വിജയമാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്ന വിജയം ഇടതുപക്ഷ പ്രവർത്തകർക്കാകെ ഊർജം പകരുന്ന ഒന്നാണ്. അതുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചാൽ ഇനിയും മികച്ച വിജയം നേടാൻ സാധിക്കും എന്നുള്ളതിനുള്ള തെളിവാണിത്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമുക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ഇനിയും ചെയ്യണം. നമ്മുടെ സഹോദരങ്ങളെ അവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട്
വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അതുപോലെ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലെല്ലാം നല്ല രീതിയിലുള്ള സഹായം ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.